നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ കണ്ടത് കുരുമുളകിൻ്റെ വില കുതിച്ച് കയറുന്നതായിട്ടാണ്. ഓരോ ദിവസവും 2 രൂപ വെച്ചാണ് വില വർദ്ധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ മാസം കുരുമുളകിൻ്റെ വില കുറയുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്താണ് കുരുമുളകിൻ്റെ വില കുറയാനുണ്ടായ കാരണം? അതൊക്കെയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. കുതിപ്പ് നഷ്ടപ്പെട്ട് കുരുമുളക്. അന്തർ സംസ്ഥാന വാങ്ങലുകാർ കുരുമുളക് വിപണിയെ അമ്മാനമാടി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും കാലവർഷം പിന്മാറുന്നു. ഓണാഘോഷങ്ങൾ കഴിഞ്ഞ് വിപണിയിലേക്ക് ശ്രദ്ധ തിരിച്ച കുരുമുളക് കർഷകരെ ഞെട്ടിക്കും വിധം ഉൽപ്പന്ന വില നിത്യേന ഇടിഞ്ഞു. വാരാരംഭത്തിലെ തളർച്ച ഉൽപാദന മേഖലകളെ കാര്യമായി സ്വാധീനിച്ചെങ്കിലും വിപണി തളരുന്നത് കണ്ട് സ്റ്റോക്കിസ്റ്റുകൾ വിൽപ്പനയിലേക്ക് തിരിഞ്ഞത് വരവ് ശക്തമാക്കി. കുരുമുളക് വരവ് ഉണരുന്നത് കണ്ട് വാങ്ങലുകാർ സംഘടിതരായി നിരക്ക് താഴ്ത്തിയാണ് മുളക് വാങ്ങിയത്. വൻവില പ്രതീക്ഷിച്ച് മധ്യവർത്തികൾ വാരത്തിൻ്റെ 2ാം പാദത്തിൽ വിൽപ്പനയിലേക്ക് തിരിഞ്ഞത് അവസരമാക്കി ഉത്തരേന്ത്യക്കാർ ചരക്ക് ശേഖരിച്ചു. ഇതിനിടയിൽ വിയറ്റ്നാം കുരുമുളക് ഇറക്കുമതിക്ക് വ്യവസായികൾ നീക്കം നടത്തിയ വിവരം പുറത്തു വന്നത് സ്റ്റോക്ക് വിറ്റുമാറാൻ ആഭ്യന്തര സ്റ്റോക്കിസ്റ്റുകളെ പ്രേരിപ്പിച്ചു. 70,300 രൂപയിൽ വിപണനം നടന്ന കുരുമുളക് വാരാന്ത്യം ക്വിൻ്റലിന് 69,600 രൂപയായി. അന്താരാഷ്ട്ര വിപണിയിൽ വിയറ്റ്നാം ടണ്ണിന് $6,800, ബ്രസീൽ $6,500, ഇന്തോനേഷ്യ $7,075, മലേഷ്യ $9,700 രേഖപ്പെടുത്തി. ഇതിനിടയിൽ വെള്ള കുരുമുളകിന് വിപണിയിൽ പ്രിയമേറുന്നു. വൈറ്റ് പേപ്പർ വില വിയറ്റ്നാം ടണ്ണിന് $9,250 ഉയർത്തി. ഇന്തോനേഷ്യയുടെ പുതിയ വില $10,025, മലേഷ്യ $12,900 വെള്ള കുരുമുളകിന് ആവശ്യപ്പെടുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ ഡിമാൻഡ് മുന്നിൽ കണ്ട് ഇറക്കുമതിക്കാർ ആഗോള വിപണിയിൽ സജീവമാണ്. കഴിഞ്ഞ ഒരു മാസമായി വില കൂടിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ വീണ്ടും വില കൂടുമെന്ന പ്രതീക്ഷയിൽ ഇടനിലക്കാരും വൻകിട കർഷകരും വിൽക്കാതെ പിടിച്ചുവെച്ച കുരുമുളക് വിൽപ്പനയ്ക്ക് ഇറക്കിയതോടെയാണ് വിലയിടിയാൻ തുടങ്ങിയത്. വാരാന്ത്യം എത്തിയതോടെ കിലോ 15 രൂപ വിലയിടിഞ്ഞു. പിടിച്ചുവെച്ച കുരുമുളക് വിൽപ്പനയ്ക്ക് ഇറക്കിയപ്പോൾ വരവ് കൂടി. 191 ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തി. കഴിഞ്ഞതിൻ്റെ മുൻ വാരത്തെ അപേക്ഷിച്ച് 96 ടൺ കൂടുതലാണ് വിൽപ്പനയ്ക്കെത്തിയത്. വരവ് കൂടിയതോടെ വാങ്ങലുകാർ ചുവട് പിന്നോട്ട് വെച്ചു. ഇതോടെ വാങ്ങൽ സമ്മർദ്ദം കുറഞ്ഞു. ഇത് വിലയിടിയാൻ കാരണമായി. മുൻകൂർ കച്ചവടം നടത്തിയ അന്തർ സംസ്ഥാന കച്ചവടക്കാരുടെ വാങ്ങലുകളാണ് ഉണ്ടായത്. വില കുറഞ്ഞിട്ടും കർഷകർ വിറ്റുപോവുകയായിരുന്നു. കിലോയ്ക്ക് 700 രൂപ കടന്ന കുരുമുളകാണ് പിടിച്ചു വച്ചവർ തകർത്തത്. ഇത് ചെറുകിട കർഷകരെയാണ് കൂടുതലായും ബാധിച്ചത്. ഉത്തരേന്ത്യയിലെ വെള്ളപ്പൊക്കവും കനത്ത മഴയും മൂലം അവിടെ മാർക്കറ്റുകളിൽ വ്യാപാരം സാധാരണ നിലയിൽ എത്തിയിട്ടില്ല. ഇതുമൂലം കഴിഞ്ഞ വാരം ഉത്തരേന്ത്യൻ ഡിമാൻഡ് കുറവായിരുന്നു. ആഭ്യന്തര ആവശ്യങ്ങൾക്ക് കുരുമുളകിൻ്റെ ദൗർലഭ്യം മൂലം കയറ്റുമതിക്ക് സാധ്യതയില്ല. ബ്രസീലിൽ നിന്ന് മുംബൈ കേന്ദ്രീകരിച്ച് ഇറക്കുമതിയുണ്ട്. ഇറക്കുമതി ചെയ്ത ബ്രസീൽ മുളകിന് സാന്ദ്രതയുള്ളതും മുഴുത്ത മുളകായതും കൊണ്ട് വയനാട് കൂർഗ് നാടൻ മുളക് എന്ന പേരിലാണ് ഇറക്കുമതി. ബ്രസീലിയൻ മുളക് ആഭ്യന്തര മാർക്കറ്റിൽ വിൽക്കുന്നത്. കുരുമുളകിന് ഇപ്പോൾ വീണ്ടും വില കുറയാനുണ്ടായ കാരണം ഇതൊക്കെയാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.